കല്ലുവിൻ്റെ സ്വന്തം പി.കെ. ഭാഗം 19. കണ്ണനിൽ നിന്നുമുണ്ടായ അപ്രതീക്ഷിതമായ ആ പെരുമാറ്റം സതീശനിൽ നേരിയ ഭയം സൃഷ്ടിച്ചു. മുഖം വിളറി വെളുത്തുകൊണ്ട് അവൻ വിളിച്ചു, കണ്ണാ. അതെ, ഞാൻ കണ്ണൻ തന്നെയാ. പുത്തൻവളപ്പിൽ ശ്രീധരൻ നായരുടെ മകൻ കണ്ണൻ. അതാണ് എൻ്റെ പേര്. ഇനി മുതൽ അങ്ങനെ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും. സംസാരത്തിനിടയിൽ പെട്ടെന്ന് കണ്ണൻ നിയന്ത്രണം തെറ്റി അവൻ്റെ കോളറിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു, കൂടെ നിന്ന് ചതിക്കുമല്ലായിരുന്നോടോ നീ? കൂട്ടുകാരനായല്ല, സ്വന്തം കൂടപ്പിറപ്പായല്ലേടാ നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നത്. എന്നിട്ടും. തൊണ്ടയിടറിക്കൊണ്ടവൻ വലിച്ചു പിടിച്ച കോളറിൽ നിന്നും കൈകൾ പിന്നിലേക്ക് ശക്തിയോടെ വലിച്ചു. ഇവനെ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് കൊണ്ടുപൊക്കോ സാറേ. ഇനിയും ഇവനെ എൻ്റെ കൺമുമ്പിൽ കാണാനിടയായാൽ ഒരു പക്ഷേ എൻ്റെ സമനില തന്നെ തെറ്റിപ്പോയെന്ന് വരും. കൊണ്ടുപൊക്കോ കമ്മീഷണർ സാറേ. എല്ലാ സത്യങ്ങളും കണ്ണൻ തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ സതീശൻ ഇനിയും പാവത്തം ചമഞ്ഞു നിൽക്കാനായി ആഗ്രഹിച്ചില്ല. അവൻ്റെ തനി സ്വരൂപം പുറത്തേക്കെടുത്തു. ഞൊടിയിടയിൽ അവൻ്റെ മുഖഭാവമെല്ലാം മാറി. ഒരു ഭ്രാന്തനെ പോലെ താടി പിടിച്ചുഴിഞ്ഞുകൊണ്ട് അവൻ ഉച്ചത്തിൽ അലറി, അതേടാ ചതി. എനിക്കെൻ്റെ ഏട്ടനെ നഷ്ടപ്പെട്ടതുപോലെ നിനക്ക് നിൻ്റെ അച്ഛനെയും കുടുംബത്തെയും എല്ലാം നഷ്ടമായി. ഞാൻ നഷ്ടപ്പെടുത്തി. നിനക്കെന്നല്ല, എന്നെ ആർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ടവൻ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമങ്ങൾ നടത്തി തുടങ്ങി. അരയ്ക്കുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന കത്തിയെടുത്ത് വീശിക്കൊണ്ടവൻ അവരെ ഭയപ്പെടുത്താൻ തുനിഞ്ഞു. എന്നാൽ കണ്ണനത് വിദഗ്ധമായി തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അവനെ കീഴ്പ്പെടുത്താനായി പരിശ്രമിച്ചു. കുറച്ചു നിമിഷത്തെ സംഘട്ടനങ്ങൾക്കൊടുവിൽ സതീശൻ പുറത്തേക്ക് ചാടിക്കടക്കാനായി ആ ക്വാർട്ടേഴ്സിൻ്റെ ഉയർന്ന മതിലിലേക്ക് അവൻ പൊത്തിപ്പിടിച്ച് കയറി. ആ കാഴ്ച കണ്ട നിമിഷം കമ്മീഷണർ സാർ പെട്ടെന്ന് ഗണ്ണെടുത്തുകൊണ്ട് അവൻ്റെ കാലിനെ ലക്ഷ്യം വെച്ച് ഷൂട്ട് ചെയ്തു. വെടിയുതിർത്ത ആ ശബ്ദം അവിടമാകെ ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടു. വേദനയിൽ പുളഞ്ഞുകൊണ്ടവൻ കാലിടറി താഴേക്ക് വീണു. അപ്പോഴേക്കും കമ്മീഷണർ സാറിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഏതാനും ചില കോൺസ്റ്റബിൾമാർ അവിടേക്ക് ഓടി വന്നെത്തി. വലതുകാലിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന സതീശനെ അവരെല്ലാം ചേർന്ന് താങ്ങിയെടുത്തുകൊണ്ട് പോലീസ് ജീപ്പിൽ കയറ്റി. നിമിഷങ്ങൾക്കകം ആ വാഹനം അവിടെ നിന്നും കടന്നുപോയി. കുറച്ച് ദിവസങ്ങൾക്കു ശേഷം പി.കെ. ബേബി ഫുഡ്സിൽ വിഷാംശം കലർത്തിയത് സതീശനാണെന്ന സത്യം എല്ലാവരും തിരിച്ചറിഞ്ഞു. മദ്യലഹരിയിൽ അവൻ വിളിച്ചു പറഞ്ഞ സത്യങ്ങൾ ജോൺ സാറിൻ്റെ മൊബൈലിൽ പകർത്തിയതാണ് കേസിൻ്റെ നിർണായക തെളിവായി കോടതി സ്വീകരിച്ചത്. കുറ്റക്കാരനാണെന്ന സത്യം തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തതോടെ ശ്രീധരൻ നായരെ കുറ്റവിമുക്തനായി ജയിലിൽ നിന്നും നിരുപാധികം വിട്ടയക്കാൻ കോടതി ഉത്തരവ് നൽകുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ശേഷം സതീശനെ വിലങ്ങണിയിച്ചുകൊണ്ട് പോലീസുകാർ കോടതി വരാന്തയിലൂടെ പതുക്കെ പുറത്തേക്ക് നടന്നു വന്നു. പരിഹസിച്ചുകൊണ്ട് അവനെ നോക്കുന്ന ഓരോ കണ്ണുകൾക്കു നേരെയും അവൻ്റെ കണ്ണുകളും ചുവന്നു തുടുക്കാൻ തുടങ്ങി. ഇതേസമയം പുറത്തിറങ്ങിയ ശ്രീധരൻ നായരെ സ്നേഹത്തോടെ വരവേൽക്കാനായി വാസുവും കല്ലുവും മുന്നിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവർക്ക് തൊട്ടുപിറകിൽ കമ്മീഷണർ സാറോട് കുശലം പറഞ്ഞുകൊണ്ട് ജോണും ജെയിംസും നിൽക്കുന്നതിനിടയിലാണ് ശ്രീധരൻ നായർ ശാന്തനായി നടന്നു വന്നത്. വിളറി വാടിയ മുഖത്തോടെ അയാൾ അവിടേക്ക് നടന്നെടുക്കുന്നത് കണ്ട മാത്രയിൽ കല്ല് ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. നമ്മൾ ജയിച്ചു അച്ഛാ. എൻ്റെ അച്ഛൻ യാതൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന സത്യം ഈ നാടും നാട്ടുകാരും എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. സത്യത്തെ എത്ര വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അതൊരിക്കൽ എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഇപ്പോൾ എല്ലാവരും എല്ലാം തിരിച്ചറിയുകയും ചെയ്തു. വരൂ അച്ഛാ, നമുക്കിനി വീട്ടിലേക്ക് മടങ്ങാം. അച്ഛൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ടൊരാൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് പോകാം അച്ഛാ, അവൾ നിറഞ്ഞ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു. ഒന്നിനും മറുപടി പറയാതെ ഒരു ചെറു പുഞ്ചിരിയിൽ എല്ലാം ഒതുക്കി പിടിച്ചുകൊണ്ടയാൾ അവർക്കു പിറകെ പോകാനായി കാലെടുത്തു വെച്ചതും വിലങ്ങുമായി സതീശൻ ശ്രീധരൻ നായർക്ക് മുന്നിൽ വന്നു നിന്നു. കണ്ണിൽ പകയുടെ അഗ്നിയുമായി അവൻ അയാളെ തന്നെ തുറിച്ചു നോക്കി. രക്ഷപ്പെട്ടെന്ന് കരുതണ്ട ശ്രീധരൻ നായരെ. ഈ ജയിൽവാസമൊന്നും സതീശനൊരു പ്രശ്നമല്ല. ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിൽ തന്നെ ചെലവഴിക്കാനും പോണില്ല. തന്നെ തൻ്റെ കുടുംബത്തോടൊപ്പം സുഖമായി ജീവിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഓർത്തു വെച്ചോ താൻ. വിരൽ ചൂണ്ടി കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ടവൻ അയാൾക്ക് താക്കീത് നൽകി. വിലങ്ങണിയിച്ചു നിൽക്കുമ്പോഴും അവൻ്റെ അഹങ്കാരത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അവൻ്റെ ആ പ്രകടനം കണ്ടപ്പോൾ കൂടെ നിന്നിരുന്ന പോലീസുകാർക്ക് ഒട്ടും തന്നെ രസിച്ചില്ല.
കൂടുതൽ ഡയലോഗ് അടിച്ചു നിൽക്കാതെ മുന്നോട്ട് നടക്കാൻ അവർ നിർദ്ദേശം നൽകിയതനുസരിച്ച് സതീശൻ അവിടെ നിന്നും കടന്നു പോകാൻ തുടങ്ങിയതും ശ്രീധരൻ നായർ വിരൽ ഞൊടിച്ചുകൊണ്ട് അവനെ തിരികെ ഒന്ന് വിളിച്ചു. ഒരു നിമിഷം സതീശ, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇതുകൂടി നീ കേട്ടിട്ട് പൊക്കോ. മനസ്സിൽ ഇത്തരമൊരു പ്രതികാര ചിന്തയോടെയാണ് നീ നടന്നതെന്ന് ചിന്തിക്കാൻ ഞാൻ അല്പം വൈകിപ്പോയി സതീശ. നീ വിശ്വസിച്ചാലുമില്ലെങ്കിലും എനിക്കൊന്നേ പറയാനുള്ളൂ. നിന്റെ ഏട്ടൻ സോമന്റെ മരണത്തിൽ നീ കരുതുന്നത് പോലെ എനിക്ക് യാതൊരു പങ്കുമില്ല. വർഷങ്ങൾക്ക് മുൻപ് തെക്കേപ്പാടം മനയുടെ പേരിൽ നടന്ന സമരത്തിന് ഒരു സത്യമുണ്ടായിരുന്നു. കിഴക്കേക്കര ഗ്രാമത്തിന്റെ ജലസ്രോതസ് വറ്റിച്ചെടുക്കാനുള്ള കരാറുമായിട്ടാണ് നിന്റെ ഏട്ടൻ അന്ന് വിദേശ കമ്പനിയുമായി ഒപ്പുവെച്ചത്. ഈ ഗ്രാമത്തെ വരൾച്ചയിലേക്ക് തള്ളിവിട്ട് അവരുടെ പാനീയ കമ്പനി ഇവിടെ പച്ചപിടിപ്പിക്കാമെന്ന വ്യാമോഹമായിരുന്നു ആ കരാറിന് പിന്നിൽ ഒളിഞ്ഞു കിടന്നിരുന്നത്. സ്വന്തം നാടിനെയും നാട്ടുകാരെയും കുരുതി കൊടുത്തതിനുള്ള പ്രതിഫലമാണ് അവൻ അന്ന് കൈപ്പറ്റിയിരുന്നത്. എന്നാൽ പിന്നീട് എല്ലാവരും എല്ലാം തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും കാര്യങ്ങളെല്ലാം അവനെതിരായി മാറി. സ്വന്തം നാടിനെ ചതിക്കാൻ കൂട്ടുനിന്നുവെന്ന കുറ്റബോധത്തോടെയാണ് അവൻ മരണത്തിന് കീഴടങ്ങിയത്. പണത്തിനോടുള്ള അമിതമായ അത്യാഗ്രഹം കൊണ്ട് അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കുള്ള ശിക്ഷ അവൻ സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഇതിലെവിടെയാണ് സതീശ ഞാൻ ചെയ്ത തെറ്റ്? സ്വന്തം ഗ്രാമത്തെയും അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെയും ഒറ്റിക്കൊടുക്കാൻ കൂട്ടുനിൽക്കാത്തതാണോ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്? എന്നും എല്ലാവർക്കും നന്മ വരാൻ മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷേ പലപ്പോഴും അതൊന്നും ആരും തിരിച്ചറിയില്ലെന്ന് മാത്രം. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് സതീശന്റെ അരികിലേക്ക് ചെന്നു. നിന്നോടെനിക്ക് ഇപ്പോഴും ദേഷ്യമില്ല മോനെ. സത്യങ്ങൾ മനസ്സിലാക്കാൻ നീ ശ്രമിക്കുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ടയാൾ വ്യസനത്തോടെ അവനെയൊന്ന് നോക്കി. അത്രയും നേരം അയാളെ കൊന്നു തിന്നാനുള്ള പകയുമായി കലി തുള്ളി നിന്നിരുന്ന അവൻ്റെ കണ്ണുകൾ അന്നേരം പതിയെ ശാന്തത കൈവരിക്കാൻ തയ്യാറാവുകയായിരുന്നു. ഒന്നും ഉരിയാടാനാവാതെ അവൻ്റെ നാവുകളപ്പോൾ നിശബ്ദത പാലിച്ചുകൊണ്ട് നിന്നു. പോലീസുകാർ പിടിച്ചു വലിച്ച് ജീപ്പിലേക്ക് കയറ്റുമ്പോഴും തൻ്റെ നോട്ടം അയാളിൽ നിന്നും വ്യതിചലിക്കാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചു. പോലീസ് വാഹനം പതിയെ ആ കോടതി വളപ്പിൽ നിന്നും നീങ്ങി തുടങ്ങിയപ്പോഴും ആ ദൃഷ്ടികൾ അയാളെ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് പതുക്കെ അവിടെ നിന്നും കടന്നുപോയി. പോകാം അച്ഛാ എന്ന കല്ലുവിൻ്റെ സ്വരത്തിന് മറുപടി എന്നോണം അയാൾ പതുക്കെ തിരിച്ചു നടക്കാൻ തുടങ്ങി. തൊട്ടരികിൽ എല്ലാം കണ്ടു നിന്നിരുന്ന ജോണിനോടും ജെയിംസിനോടും നന്ദി സൂചകമായി അയാൾ പുഞ്ചിരിയോടെ കൈകൾ കൂപ്പി. എല്ലാം ശുഭമായെന്ന സന്തോഷത്തോടെ തിരിച്ചവരും അയാൾക്കു നേരെ കൈകൾ കൂപ്പി. ഇതേ സമയം അഡ്വക്കേറ്റുമായി എല്ലാ കാര്യങ്ങളും സംസാരിച്ചു തീർത്ത ശേഷം അച്ഛനെ കൂട്ടിക്കൊണ്ടു പോകാനായി കണ്ണൻ കാറുമായി കോടതി വളപ്പിൽ കാത്തു നിൽക്കുകയായിരുന്നു. അച്ഛനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് നടന്നു വരുന്ന കല്ലുവിനെ കണ്ട മാത്രയിൽ അവൾക്കരികിലേക്ക് ഓടിയെത്താൻ കണ്ണൻ്റെ മനസ്സ് ധൃതി കൂട്ടി. കല്ലു എന്ന് വിളിച്ചുകൊണ്ടവൻ അടുത്തേക്ക് പാഞ്ഞു ചെന്നു. എങ്ങനെ തുടങ്ങണം, എന്തു പറയണമെന്നറിയാതെ വാക്കുകൾ പെറുക്കിയെടുക്കാൻ കഴിയാതെ അവൻ വല്ലാതെ വിഷമിച്ചു. അച്ഛൻ്റെ മുഖത്തേക്ക് ദൃഷ്ടികൾ പതിക്കാൻ ധൈര്യമില്ലാത്ത അവൻ പതറിക്കൊണ്ട് അല്പനേരം അവിടെ നിന്നു. ശേഷം നേർത്ത സ്വരത്തോടെ വിളിച്ചു, അച്ഛാ. ഞാൻ നമ്മുടെ അഡ്വക്കേറ്റിനെ കണ്ട് ചില കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് താമസിച്ചേ. വരൂ അച്ഛാ, നമുക്ക് എൻ്റെ കാറിൽ പോകാം. സ്നേഹത്തോടെയുള്ള അവൻ്റെ പെരുമാറ്റവും ക്ഷണവും കണ്ടപ്പോൾ വാസുവിന് അത്യധികം സന്തോഷം തോന്നി. ശ്രീധര എന്നയാൾ വിളിക്കാൻ തുടങ്ങിയതും അതിനു മുന്നോടിയായി അയാൾ ഗൗരവത്തോടെ തിരിച്ചു ചോദിച്ചു, നമുക്ക് പോകാൻ വേറെ വണ്ടിയൊന്നുമില്ലേ വാസു? പെട്ടെന്നയാൾ തപ്പിത്തടവി മറുപടി എന്നോണം ശ്രീധരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഉവ്വ് ശ്രീധര, വേറെ വണ്ടിയുണ്ട്. വണ്ടി ഇതേ ആ മരച്ചോട്ടി കിടപ്പുണ്ട്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുക. എന്നാ പിന്നെ വേഗം നടക്കാം. അയാളെ ഇനിയും നിർത്തി മുഷിപ്പിക്കേണ്ട. അവനെ മറികടന്ന് എല്ലാവരും നടന്നു പോകാൻ ശ്രമിച്ചതും കണ്ണൻ അവരുടെ മുൻപിലേക്ക് കയറി നിന്നുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തി. ഒരു നിമിഷം നിൽക്കൂ അച്ഛാ, പ്ലീസ്. എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ അച്ഛാ, പ്ലീസ്. അവൻ കൈകൾ കൂപ്പി നിന്നുകൊണ്ട് യാചിച്ചു. യാചനയോ? അതും നീയോ? മുൻപിന്ന് മാറി നില്ല് കണ്ണാ. കുറച്ചു ദിവസം ജയിലിൽ കഴിഞ്ഞതിൻ്റെ ക്ഷീണം ശരീരത്തെ പോലെ മനസ്സിനെയും നന്നായി ബാധിച്ചിട്ടുണ്ട്. വയ്യ, ഒന്നും കേൾക്കാനും പറയാനും എനിക്ക് വയ്യാണ്ടായി. എത്രയും പെട്ടെന്ന് വീട്ടിലെത്തണം. അവിടെ നാളുകളായി ഊണും ഉറക്കവുമില്ലാതെ എന്നെയും കാത്തിരിക്കുന്ന ഒരാളുണ്ട്. അക്കാര്യം നീ മറക്കരുത് കണ്ണാ. വരൂ വാസു, ഇനി നിന്ന് നേരം കളയണ്ട. പെട്ടെന്നാണ് തൊട്ടരികിൽ നിൽക്കുന്ന കല്ലുവിനെ നോക്കിക്കൊണ്ടയാൾ ചോദിച്ചത്. മോൾക്ക് വേണമെങ്കിൽ അവൻ്റെ കൂടെ പോകാം. ഈ അച്ഛൻ എതിരൊന്നും നിൽക്കില്ല.
അയാൾ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു. കണ്ണൻ്റെ ചെയ്തികൾ കണ്ട് ആശ്ചര്യത്തോടെ നിൽക്കുകയായിരുന്നു കല്ലു. അച്ഛനെയും കണ്ണനെയും മാറി മാറിയൊന്ന് അവൾ നോക്കി. ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് അവൾ പറഞ്ഞു, വേണ്ട അച്ഛാ, ഞാൻ വന്നത് വാസുമാമയുടെ കൂടെയല്ലേ, പോകുന്നതും അങ്ങനെ തന്നെയാ. ഇത്രയും നാള് ഞാനും കുഞ്ഞും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും തിരക്കാത്ത ഈ മനുഷ്യൻ്റെ കൂടെ എന്തു വിശ്വാസത്തിലാ ഇനിയും ഞാൻ കൂടെ പോകുന്നത്? വരൂ അച്ഛാ, നമുക്ക് പോകാം. അവൾ മുഖം ചുളിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. അച്ഛൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ടവൾ മുൻപോട്ട് നടന്നു. തിരികെ വിളിക്കാൻ അവൻ്റെ നാവുകൾക്കന്നേരം ശക്തിയുണ്ടായിരുന്നില്ല. ശരിയാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം അവരെക്കുറിച്ച് തിരക്കാനോ ഒന്ന് അന്വേഷിക്കാനോ മനസ്സ് കാണിക്കാത്ത ഭർത്താവിനോട് ഏതൊരു പെണ്ണും പറയുന്ന മറുപടിയാണ് കല്ലുവും പറഞ്ഞത്. അതിൽ അവളെ കുറ്റപ്പെടുത്താൻ തനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്നവൻ ശരിവെച്ചു. അവർ വണ്ടിയിൽ കയറിപ്പോകുന്നത് നിർനിമേഷനായി അവൻ നോക്കി നിന്നു. കണ്ണുകളിൽ നിന്നും അടർന്നു വീഴാൻ തുടങ്ങിയ വെള്ളത്തുള്ളികളെ അവൻ ആരും കാണാതെ മായ്ച്ചു കളഞ്ഞു. അവരെ നോക്കി വിഷമിച്ചു നിൽക്കുന്ന കണ്ണൻ്റെ അരികിലേക്ക് സുബ്രുവും ബാബുവും വന്നെടുത്തു. അവൻ്റെ തോളിൽ പതിയെ പിടിച്ചുകൊണ്ടവർ ആശ്വാസം നൽകി. ഒന്നും ചെയ്യാനും പറയാനുമില്ലാതെ അവർ നിസ്സഹായരായി മൗനം പാലിച്ചുകൊണ്ട് അവൻ്റെ കൂടെ നിന്നു. കുഞ്ഞിനെ എടുത്തുകൊണ്ട് സുമയമ്മ മുറ്റത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരുടെ വാഹനം അവിടേക്ക് കടന്നു വന്നത്. വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന ശ്രീധരൻ നായരെ കണ്ടതും സുമ സന്തോഷത്തോടെ അരികിലേക്ക് ഓടിച്ചെന്നു. സന്തോഷവും കണ്ണുനീരും ഒരുമിച്ചുള്ള പ്രയാണത്തിൽ അവരുടെ വലതു കൈപ്പത്തിക്കൊണ്ട് അയാളെ മൊത്തത്തിൽ തടവി പിടിച്ചു. ശ്രീധരേട്ടാ എന്നുറക്കി കരഞ്ഞുകൊണ്ടവർ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അമ്മയിൽ നിന്നും കുഞ്ഞിനെ കൈകളിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് കല്ലു വേഗം അകത്തേക്ക് കയറിപ്പോയി. അവരുടെ ആ സന്തോഷത്തിന് ഭംഗം വരുത്താതെ വാസുവും കണ്ണുകൾ തുടച്ചുകൊണ്ട് കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ പുറത്തേക്ക് നടന്നുപോയി. സുമയെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടാത്ത വിഷമത്തിൽ ശ്രീധരൻ നായരും എല്ലാം മറന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചു. കേസിന് അനുകൂലമായൊരു വിധി വന്നതിന് ശേഷം നന്ദി പറയാനായി കല്ലു ആദ്യം ഓടിയെത്തിയത് ക്ഷേത്രാങ്കണത്തിലായിരുന്നു. അച്ഛൻ്റെ പേരിൽ ചെയ്തു തീർക്കാനുള്ള വഴിപാടുകളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം അവൾ തൊഴുകൈകളോടെ മിഴികൾ ചിമ്മി നടയ്ക്ക് മുൻപിൽ തന്നെ നിന്ന് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് തിരുമേനിയുടെ സ്വരം കേട്ടവൾ കണ്ണുകളൊന്ന് തുറന്നു നോക്കി. പ്രസാദം കൈകളിലേക്ക് നൽകാനായി നീട്ടിപ്പിടിച്ചു നിൽക്കുന്ന തിരുമേനിയിൽ നിന്നും ഇരു കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ടവൾ ഭക്തിപൂർവ്വം അത് ഏറ്റുവാങ്ങി. തീർത്ഥം അല്പം കുടിച്ച് ശിരസിൽ തടവി നെറ്റിയിൽ കളഭം ചാർത്തിയവൾ വീണ്ടും പ്രാർത്ഥനയോടെ ഭഗവാനെ ഒന്ന് നോക്കി. എല്ലാ സങ്കടങ്ങൾക്കുമിടയിൽ അല്പം ആശ്വാസം കിട്ടിയെന്ന സമാധാനത്തോടെ അവൾ കുറച്ചു നേരത്തിന് ശേഷം ആ ക്ഷേത്ര നടയ്ക്കുള്ളിൽ നിന്നും പുറത്തെ ചുറ്റമ്പലത്തിലൂടെ പ്രദക്ഷിണം വെച്ച് പതിയെ നടക്കാൻ തുടങ്ങി. ഇളങ്കാറ്റിൽ മെല്ലെ താഴെ വീഴുന്ന ആലിലകളുടെ തലോടലുകളും ഉയരത്തിൽ പൊങ്ങി നിൽക്കുന്ന പാലപ്പൂവിൻ്റെ ഗന്ധവും ക്ഷേത്ര പരിസരത്തെ നിശബ്ദത നിറഞ്ഞ അന്തരീക്ഷവുമെല്ലാം അവളുടെ മനസ്സിന് അല്പം ശാന്തത നൽകാനിടയാക്കി. പെട്ടെന്ന് അവളുടെ തൊട്ടുപിറകിൽ നിന്നും കല്ലു എന്നൊരു വിളി കേട്ടു. വിളി കേട്ടിടത്തേക്ക് അവൾ മെല്ലെയൊന്ന് തിരിഞ്ഞു നോക്കി. നേർത്ത കസവ് മുണ്ടിലെല്ലാം അഴുക്ക് പറ്റിപ്പിടിച്ച് ദേഹമെല്ലാം വിയർത്തൊലിച്ച് നിൽക്കുന്ന കണ്ണനെ കണ്ടപ്പോൾ അവൾ അത്ഭുതത്തോടെ ഒന്നടിമുടി നോക്കി. അവളുടെ അമ്പരപ്പവും നോട്ടവും കണ്ടപാടെ കണ്ണന് കാര്യം മനസ്സിലായി. കല്ലു, ഞാൻ ചില വഴിപാടുകൾ കഴിപ്പിക്കാനായി വന്നതാണ്. നീ ഇവിടേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. നിന്നെ കാണാൻ കൂടി വേണ്ടിയാ ഞാൻ. അവൻ പറയുന്നത് കേട്ട് കല്ല് ചുറ്റുമൊന്ന് നോക്കി. ശേഷം നെറ്റി ചുളിച്ചുകൊണ്ട് പരിഹാസഭാവത്തിൽ അവനോട് പറഞ്ഞു, സ്വന്തം സിനിമ വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കാനാണോ, അതോ മറ്റുള്ളവരുടെ സിനിമ എങ്ങനെയെങ്കിലും പൊട്ടിപ്പൊളിയണമെന്ന് പ്രാർത്ഥിക്കാനാണോ നിങ്ങളിവിടെ വഴിപാട് നടത്താൻ വന്നിരിക്കുന്നത്? അല്ല, മുൻപെങ്ങും ഈ പരിസരത്തൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ചോദിച്ചതാണ്. കല്ലുവിൻ്റെ ചോദ്യം തന്നെ തീർത്തും പരിഹസിച്ചുകൊണ്ടുള്ളതാണെന്ന് അവന് വ്യക്തമായി. പരിഹസിച്ചോളൂ, എത്ര വേണേലും എന്നെ നിനക്ക് പരിഹസിക്കാം. എല്ലാം കേൾക്കാൻ തയ്യാറായി തന്നെയാ ഞാൻ ഇവിടെ നിൽക്കുന്നത്. തെറ്റുകൾ പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതെല്ലാം തിരുത്താൻ തയ്യാറായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സ്വന്തം അച്ഛനോട് ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പരിഹാരമായാണ് ഇന്ന് ഞാനിവിടെ ശയനപ്രദക്ഷിണം ചെയ്തു തീർത്തത്. ഇതൊന്നും യഥാർത്ഥത്തിൽ ഒരു പരിഹാരമല്ലെന്നറിയാം. എങ്കിലും എൻ്റെ മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അവൻ എളിമയോടെ പറഞ്ഞു. അത് നന്നായി. പക്ഷേ ഒരു സംശയം. ഇപ്പോൾ കണ്ണേട്ടൻ പറഞ്ഞല്ലോ മനസ്സമാധാനത്തിന് വേണ്ടിയാ ഇതെല്ലാം ചെയ്യുന്നതെന്ന്. അതിന് എന്നു മുതലാണ് നിങ്ങൾക്ക് ഈ മനസ്സെന്ന സാധനം ഉണ്ടായത്? കൂട്ടുകാരുടെ വാക്കുകൾ കേട്ട് നടക്കുന്ന മനസ്സും ജീവനും ഇല്ലാത്ത ഒരു പാവം മാത്രമായിരുന്നില്ലേ ഇത്രയും കാലം നിങ്ങൾ? കുടുംബത്തെ പോലും മറന്നുകൊണ്ട് അവർക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ജീവിച്ചിരുന്നത്? ഫ്രണ്ട്ഷിപ്പൊക്കെ ആകാം എന്ന് കരുതി സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചുകൊണ്ടല്ല സുഹൃത്ത് ബന്ധങ്ങൾ നിലനിർത്തേണ്ടത്.
അവളുടെ ശബ്ദം പതുക്കെ അവിടെ ഉയരാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കിയ ഉടനെ കണ്ണൻ അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. ബലമുപയോഗിച്ച് ആ കൈ മുറുകെ പിടിച്ച വേദനയിൽ അവൾ ഒന്ന് പെടഞ്ഞു. പുറത്തേക്ക് എത്തിയതും കൈ വിടാനെന്ന രീതിയിൽ അവൾ ആഞ്ഞു വലിച്ചു. വിട് കണ്ണേട്ടാ, നിങ്ങൾ എത്ര മാറിയെന്ന് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്നെ ഇനി കാണാനായി എവിടെയും കാത്തു നിൽക്കുകയും വേണ്ട. മുഖം വെട്ടിച്ചു കളഞ്ഞുകൊണ്ട് അവൻ്റെ മുന്നിൽ നിന്നും അവൾ വേഗത്തിൽ നടന്നുപോയി. തന്നെ ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ എന്നോർത്തവൻ നിരാശയോടെ നിന്നു. പെട്ടെന്നാണ് തന്നെ തിരിച്ചറിഞ്ഞ ചിലരെല്ലാം സെൽഫി എടുക്കാനായുള്ള ആഗ്രഹത്താൽ അവിടേക്ക് പാഞ്ഞു വരുന്നുണ്ടെന്ന് കണ്ണൻ മനസ്സിലാക്കിയത്. ഇനിയും അവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് അവനും ബോധ്യമായി. ആർക്കും മുഖം കൊടുക്കാതെ അവൻ പെട്ടെന്ന് അവിടെ നിന്നും മാറിയകന്നു. കുറച്ചു ദിവസങ്ങൾക്കു ശേഷം ശ്രീധരൻ നായർ പുറത്തേക്കെല്ലാം ഇറങ്ങിത്തുടങ്ങി. ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നാട്ടുകാരുടെ എല്ലാം മുഖത്തേക്ക് നോക്കാനുള്ള ജാള്യത കാരണം അയാൾ വീടിനകത്തു തന്നെ ഇരുന്ന് സമയം ചിലവഴിക്കുന്നത് കണ്ടപ്പോൾ വാസുവിൻ്റെ നിർബന്ധപ്രകാരം അയാൾ സ്റ്റേഷനറി കട വീണ്ടും തുറന്നു പ്രവർത്തിക്കാനായി തീരുമാനിച്ചു. എല്ലാവരും മറന്നു തുടങ്ങിയെന്ന ധാരണയോടെ കടയിലേക്ക് പോകാനായി അയാൾ തയ്യാറായി. പോകുന്ന വഴിയിൽ പെട്ടെന്ന് അയാൾക്ക് മുൻപിൽ അപ്രതീക്ഷിതമായി കണ്ണൻ്റെ വാഹനം വന്നു നിന്നു.